ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്റ്റൽ ടൂർ ചെയ്യാൻ പോകുന്നതാണ്. പക്ഷെ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് കുട്ടികൾ ആരോധിക്കില്ല. പക്ഷെ നമ്മുടെ റൂമിൽ ഞാനും ആയിഷയും പിന്നെ ബാക്കി എല്ലാവരും വീട്ടിൽ പോയിട്ടല്ലേ. പിന്നെ ഞാൻ കോളേജിൻ്റെ ബാക്കി നമ്മളെ റൂമിലെ 2 ആൾ പോയി. നമ്മുടെ റൂമിലെ 2 ആൾ വീട്ടിൽ പോയിട്ടാണല്ലോ. ബാക്കി എല്ലാവരും കുറച്ച് നമ്മളെ ബ്ലോക്കിൽ ആരുമില്ല. നമ്മളെ ബ്ലോക്കിൽ നമ്മൾ 2 ആളും കൂടാണ്ട് ഒരു കുട്ടിയും കൂടിയേ ഉള്ളൂ. അപ്പം ഞാൻ ഫിദ ഹോസ്റ്റലിൻ്റെ ചുറ്റും കാണിച്ചു തരാം. ഇത് നമ്മളെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ട് ഗേറ്റ് ആണ്. ഇത് ഇന്ന് ഇപ്പം ക്ലോസ് ആയിട്ടാണ് ഉണ്ടാവുക. പക്ഷെ നമുക്ക് കോളേജുള്ള ദിവസം 9 മണിക്ക് തുറന്നിട്ട് അപ്പം തന്നെ നടക്കും. പിന്നെ 5 മണിക്ക് മിസ്സിനെ ഞാനിവിടെ പിടിച്ചു വെച്ച് നിർത്തിച്ചിട്ടല്ല വ്ളോഗിൽ ആഡ് ചെയ്യാൻ വേണ്ടിട്ട്. മിസ്സിന്റെ വണ്ടി മിസ് പോകുന്നത് ഞാൻ കാണിച്ചു തരാം. എന്നാലും നിങ്ങൾക്ക് പുറം കാണാം. ഗേറ്റ് തുറന്നാൽ പുറം കാണാം. ഗേറ്റ് എല്ലാം തുറന്നിട്ട് മിസ് കല്യാണത്തിന് പോന്നാന്ന്. ഇതാരടക്കം മിസ് വരിക. എത്ര ആൾക്കാരെ നോക്കേ അങ്ങോട്ട് തിരിക്കും. മുകളില് കുറച്ച് വ്യൂവേഴ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മളെ സബ്സ്ക്രൈബേഴ്സാ. കയ്യച്ചോ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കേരളത്തിൽ തന്നെ മികച്ച 2 വീലർ റൈഡറായിട്ടുള്ള നമ്മളെ സ്വന്തം മിസ്. ബൈ ടാറ്റാ ഉമ്മ. മിസ് പോയി. മിസ് പോണത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. നമ്മളെ ഹോസ്റ്റലിന്റെ പുറത്തെ ഇതാണ്. പക്ഷെ ഇത് കണ്ട, ഇത് നമ്മളെ കോളേജിലെ ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യുന്ന എല്ലാ കുട്ടികളുടെ മെയിൻ ആയിട്ടുള്ള ഫോട്ടോ എടുക്കുന്ന സ്പോട്ട്. അതിപ്പം കോളേജിലെ ഹോസ്റ്റലിലെ കുട്ടികളെല്ലാവരും ഫോട്ടോസ് കണ്ടാൽ അറിയാം. എല്ലാവരും ബാക്ക്ഗ്രൗണ്ട് ഇതാ ഈ സ്ഥലമാണ്. വളരെ പ്രത്യേകതയുള്ളൊരു സ്ഥലമാണ് ഇത്. ഇതെല്ലാം നമ്മളെ കോളേജിന്റെ പോർഷൻ തന്നെയാണ്. അതെ, ഇതെല്ലാം കോളേജിന്റെ പോർഷൻ തന്നെ, ബാക്ക് പോർഷൻ ആയിട്ടായിരുന്നു. മിസ്സിന്റെ ഗാർഡൻ ആണ് കേട്ടോ. ഇതെല്ലാം മിസ് വളർത്തുന്ന ചെടികളാണ്. ഇതെല്ലാം മിസ് തന്നെ ചെടി ഒഴിക്കും, വെള്ളം ഒഴിക്കാത്തോണ്ടുള്ള പ്രശ്നങ്ങളാണ് ഈ കണ്ടുകൊണ്ട്. പക്ഷെ ഇത് വെള്ളം ഒഴിക്കലുണ്ട്, പിന്നെ ഇങ്ങനെ ഉണങ്ങിയെന്നറിയില്ല. ഇതെല്ലാം നമ്മളെ സ്റ്റഡി ഏരിയ. ഗോതമ്പ് ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ മിസ്സിന്റെ ബാക്കിയുള്ള ചെടികളാണ് ഇതെല്ലാം ബാക്കിയുള്ള മിസ്സിന്റെ ചെടികളാണ്. ഞാൻ കോളേജിന്റെ ബാക്ക് സൈഡും ഇത് സ്കൂളാണ്, ഹയർ സെക്കൻഡറി സ്കൂള്. അതുപോലെ ഇത് മറ്റേ നിസ്കാരത്തിൻ്റെ ഇതാണ് സ്റ്റഡി ഏരിയ. ഞാനും ആയിഷയും ഷിഫയും ഇവിടെ ഇരുന്നിട്ടാണ് നൈറ്റ് പഠിക്കാറ് ഗൈസ്. കോളേജല്ല, ഹോസ്റ്റലിന്റെ സൈഡിലൂടെ നമ്മളിങ്ങനെ നടക്കുന്നതാണ്. ഇപ്പൊ ഇവിടുത്തെ ഇങ്ങോട്ട് വരലില്ല. പക്ഷെ കാടെല്ലാം വയ്ക്കുകൊണ്ട് ഇപ്പൊ നല്ല വൃത്തിയായിട്ടുണ്ട്. കാട് വൃത്തിയാക്കിയോണ്ട് ഈ മരത്തിന്റെ ഫുള്ള് ഇതെല്ലാം അപ്പുറത്തെ റോഡിലേക്കാ വരുക. നല്ല ഇതൊന്നും നമ്മൾ കണ്ടില്ലല്ലോ, ഇതുവരെ കണ്ടിട്ടില്ല. ഈ ഗ്രില്ല് ബാത്റൂമിന്റെ ഗ്രില്ലാട്ടാ. ബാത്റൂമിന്റെ പുറത്തെ സൈഡ് കാണിക്കുന്ന ഗ്രില്ലാണ്. വന്നിട്ടേ ഇല്ലട്ടാ. എക്സാക്ട്ലി. ഈ ഭാഗത്തൊക്കെ നമ്മൾ വരുന്നില്ല. ഇതെല്ലാം മതിൽ വേണ്ട. കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മതിലിനെയും കാട്ടിയും വലിയ മതിലുകളാണ്. ഇതൊരു സെൻട്രൽ ജയിലാണ്. സെൻട്രൽ ജയിൽ ഇത് കണ്ട. കണ്ണൂർ സെൻട്രൽ ജയില് പരിചയമുള്ളവർക്ക് അറിയാം. അതിനേക്കാളും വലിയ ജയിൽ, ജയിലല്ല, വലിയ മതിലുള്ളത്. കൊറേ ഇതെല്ലാം ഫുള്ള് കിഴങ്ങ് കൃഷി. ഇതെന്ന് പറയട്ടെ, കിഴങ്ങ് കൃഷി. മിസ്സിന്റെ നമ്മുടെ അടുത്ത് കിഴങ്ങ് എന്ന് പറയും. അതെ, കപ്പ. അതർവൈസ് കപ്പ. ഈ ഏറ്റവും മുകളിൽ കാണുന്ന ആയിഷ ഫസ്റ്റ് നിന്ന് ആയിഷന്റെ ഗ്രഹം D3. ഇനി ഇതെല്ലാം നമ്മളെ ഹോസ്റ്റലിന്റെ ബാക്ക് സൈഡാണ്. ഈ കാണുന്നതാണ് കിച്ചൺ ഏരിയ. ആ ബ്രൗൺ ഏരിയയിൽ കാണുന്നതാണ് കിച്ചൺ ഏരിയ. ഇതിലൂടെ പോകാൻ പറ്റൂല, അതുകൊണ്ട് നമ്മളിനി അപ്പുറത്തെ സൈഡിലൂട്ട് കാണിച്ചു തരാം. ഇതാണ് കിച്ചൺ. തങ്കുമണി കൂടുന്ന പപ്പടം കാച്ചുന്നുണ്ട്. ആ പപ്പടം ഒന്ന് ഇടി. വെളിച്ചെണ്ണക്ക് ഇപ്പം തീ വിലയായതുകൊണ്ട് എണ്ണയില്ല. ഇതാണ് നമ്മള് വാഷ് ചെയ്യുന്ന ഏരിയ, അഥവാ തുണി അലക്കുന്ന ഏരിയ. ഇവിടെയെല്ലാം ഉണക്കിയിട്ട തുണി. ഇനി മിസ്സിന്റെ കപ്പക്ക കൃഷി. കണ്ണൂരിന് കപ്പക്കാന്ന് പറയും. വളാഞ്ചേരിയിൽ എന്താ പറയാ,
പപ്പായ എന്ന് പറയും കർമ്മൂച്ചിക്ക. ഭയങ്കര ലൈറ്റ് ആയതുകൊണ്ടാണ്. അതെ, എക്സ്പോഷർ കൂടിയതുകൊണ്ട്. ഇതെല്ലാം പഠിക്കാൻ സാധിച്ചത് സെക്കൻഡ് സെമ്മിലെ പ്രാക്ടിക്കൽ എക്സാമിന് ശേഷമാണ്. അതെ, അപ്പം ഭയങ്കര എക്സ്പോഷർ കൂടിയതുകൊണ്ട് ലൈറ്റനിങ്ങിന്റെ പ്രശ്നമുണ്ട്. നമ്മളെപ്പോൾ വ്ളോഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. നമ്മളെപ്പോഴും ക്യാമറ യൂസ് ചെയ്യുമ്പം പ്രത്യേകിച്ച് ഗോൾഡൻ പിടിക്കണം. അതല്ല, ഹവറിന്റെ പറയുന്നത് ലൈറ്റനിങ്ങിന്റെ പറയുമ്പം എപ്പോഴും നല്ല ടൈം എന്ന് പറയുന്നത് ആഫ്റ്റർ സൺറൈസും. ഈ സമയങ്ങളിൽ വീഡിയോ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണെങ്കിൽ നല്ല ലൈറ്റനിങ്ങോട് കൂടിയിട്ടുള്ള വീഡിയോസ് എല്ലാം ഗോൾഡൻ ഹവർ ഓഫ് ഫോട്ടോഗ്രാഫി എന്നറിയപ്പെടുന്ന ടൈമാണത്. അപ്പൊ ആ സമയത്ത് എടുത്താൽ നല്ല ഇതായിരിക്കും. സൈഡിൽ നിന്ന് ആ ഒരു സൈഡ് അങ്ങത്തോളം തുടങ്ങി പിന്നെതാ ഈ കാണുന്നതാണ് ഹോസ്റ്റൽ എന്ന് പറയുന്നത്. കുറച്ച് വലിയ സ്റ്റഡി ഏരിയ, വലിയ ഹോസ്റ്റൽ തന്നെയാണ്. നല്ല വലിയ സൗകര്യങ്ങളോട് കൂടിയ ഹോസ്റ്റലാണ് MAMO കോളേജ് നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ഞാൻ കാണിച്ചു കൊടുത്ത് അത് ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല, പക്ഷേ വളരെ നല്ലൊരു ഹോസ്റ്റലാണ്. ഗുഡ് ഫുഡ്, ഗുഡ് അറ്റ്മോസ്ഫിയർ, എല്ലാം ഗുഡ് വൈഫൈ. അപ്പൊ നമുക്ക് എൻട്രി ചെയ്യാം, ഹോസ്റ്റലിലേക്ക് എൻട്രി ചെയ്യാം. ഇതാണ് നമ്മളുടെ സെക്കൻഡ് ഡോർ, അഥവാ രണ്ടാം ഇതും താഴിട്ട് പൂട്ടും. ഇത് മിസ്സിന്റെ ഓഫീസ്. അതുപോലെ ഇത് നമ്മുടെ ഗസ്റ്റ് റൂം. പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കും, അയൺ ചെയ്യും. നമ്മളെ ഇസ്ത്രിപ്പെട്ടി യൂസ് ചെയ്യുന്ന സ്ഥലം. അതുപോലെ TV ഇനി ഈ ഉള്ളിലേക്ക് കടക്കാം. ഗൈസ്, ഇതാണ് നമ്മളുടെ അകത്തേക്കുള്ള എൻട്രൻസ്. നിങ്ങൾക്ക് ഇതുവഴി ലെഫ്റ്റിലേക്ക് പോയാൽ C ബ്ലോക്ക്, റൈറ്റിലേക്ക് പോയാൽ D ബ്ലോക്ക്. സോറി C ബ്ലോക്ക് ഇപ്പുറത്ത്, D ബ്ലോക്ക് അപ്പുറത്ത്. ഇതാ ഇങ്ങോട്ടേക്ക് പോയാൽ നമ്മളെ A ബ്ലോക്ക്. അതായത് ഞാൻ, ആയിഷ, ഞങ്ങളെ സ്റ്റേ ചെയ്യുന്ന അബുനം സാക്കിന്റെ ബ്ലോക്ക്. നമ്മളെ തീർച്ചയായിട്ടും നമ്മുടെ ഈ സാധനം. അതിനു മുന്നേ ഞാൻ പറഞ്ഞ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള വൈഫൈ കാണിച്ചു തരാം. കുറച്ച് പ്രത്യേകതകളെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവിടെ ഒരു പ്രത്യേക പൊസിഷനിലിരുന്നാൽ വൈഫൈ കിട്ടുന്ന ഒരു അടിപൊളി വൈഫൈ സൗകര്യം ഉണ്ടാകും. ഈ കസേരയിൽ ഇങ്ങനെ ഇരുന്നാൽ മാത്രം കിട്ടുന്ന വൈഫൈ സൗകര്യം. അതുപോലെ വൈഫൈ അപ്പുറത്ത് അബുവിന്റെ റൂമിലും കിട്ടും. അബുനം സാക്കിന്റെ റൂമിലും ഫൈറൂന്റെ റൂമിലും വൈഫൈ കിട്ടും. ഇനി നമ്മള് A ബ്ലോക്ക് കാണിച്ചാൽ വിശാലമായി നിങ്ങളുടെ മുന്നിൽ കാണുന്നതാണ് A ബ്ലോക്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് റൂം ഫൈറൂസിന്റെ A1. അതുപോലെ ഇത് അങ്ങനത്തോളം എടുക്കണം. A5. ഇനി നിങ്ങൾ തീർച്ചയായും നിങ്ങൾ കാത്തിരുന്ന റൂം, നിങ്ങൾ കാത്തിരുന്ന റൂമാണ് ഗൈസ്. ഇത് നമ്മുടെ തുറന്ന് കാണിക്കുന്നില്ല, കാരണം അകത്തെ വളരെ വൃത്തിയായിരിക്കുന്ന റൂമായതുകൊണ്ട് തന്നെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഇത് കാണിച്ചു. ഇത് നമ്മുടെ A4 മിസ്സിന്റെ റൂം താഴിട്ട് പൂട്ടി. അടുത്തത് ഇങ്ങോട്ട് കാണിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ല, നല്ല സൗകര്യമുള്ള സെയിം ഇപ്പുറത്തുള്ള അതേ രീതിയിൽ തന്നെ B ബ്ലോക്ക്, B2 അങ്ങനെയുണ്ട്. ഇനി ആ തരത്തിലുള്ള പ്രെയർ ഹോൾ കാണിച്ചു തരാം. ഈ റൂമിന് കുറച്ച് പ്രത്യേകത ഉണ്ട്, കാരണം B3യിലാണ് നമ്മുടെ അനാമിക ഉറങ്ങുന്ന റൂം. പക്ഷെ അനാമികയുടെ റൂം, അനാമിക ഇവിടെ കിടക്കാറില്ല, സനിന്റെ റൂമിലാണ് കിടക്കാറ്. ഇത് നമ്മുടെ പ്രെയർ ഹോള് ഞാൻ കാണിച്ചു തരാം. പ്രെയർ ഹോളിന് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള റൂമാണ് പ്രെയർ ഹോൾ എന്ന് പറയുന്നത്. പിന്നെ സെയിം ആസ് അപ്പുറത്തെ പോലെ തന്നെ വാഷ്റൂം ഇവിടെ വരുന്നുണ്ട്. ഹോസ്റ്റലിന്റെ ഈ 2 പോർഷൻ പോലെ തന്നെ മുകളിൽ ഒരു ബ്ലോക്ക് വരുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോർ, അതിന്റെ മുകളിലും ബ്ലോക്ക് വരുന്നുണ്ട്. പക്ഷെ ഇപ്പം ഇവിടെയുള്ള കുട്ടികളുടെ എണ്ണ അനുസരിച്ചിട്ട് 2 ബ്ലോക്ക് ഫുൾ ആയിട്ടേ ഉള്ളൂ. അപ്പം ഫസ്റ്റ് ഫ്ലോർ വരെ ഇപ്പൊ കുട്ടികൾ നിൽക്കുന്നല്ലോ. നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പഴംപൊരി കട്ടെടുത്താൽ അറിയും. അതെ, നമുക്ക് ഇവിടെ ഒരു ചരിത്രം തന്നെയുണ്ട് പഴംപൊരി കട്ടെടുത്ത്. ആ കഥ നമ്മൾ ലാസ്റ്റ് വ്ളോഗ് അവസാനിപ്പിക്കുമ്പോൾ ആ കഥ വന്ന് നമുക്ക് മെസ് ഹാള് കാണിച്ചു തരാം. മെസ് ഹാൾ എന്ന് പറയുന്നത് ഗൈസ്, ദിസ് ഈസ് ദ ബ്യൂട്ടിഫുൾ മെസ് ഹാൾ. നിങ്ങൾക്ക് ഞാൻ ഒരാളെയും കൂടി പരിചയപ്പെടുത്താം. ഇത് നമ്മളെ കിച്ചൺ ഏരിയ, ഇത് സ്റ്റോർ റൂം, ഇത് നമ്മളെ വാഷിംഗ് ഏരിയ, കൈ വാഷിംഗ്. നമ്മൾ നേരത്തെ അലക്കുന്ന കാണിച്ച സ്ഥലം ഇവിടുന്ന് കാണിച്ചതാ.
ഇത് വാശി ഹോസ്റ്റലിന്റെ ഫസ്റ്റ് ഫ്ലോർ ആണ് ഗൈസ്. ഇതാണ് എൻ്റെ ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലം. അപ്പോൾ ഗൈസ് ഇതിൽ ഈ കാണുന്നത് നമ്മളെ ഫസ്റ്റ് ഫ്ലോർ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. ഈ മുകളിലത്തേക്ക് കാണുന്ന സ്റ്റെയർ എന്ന് പറയുന്നത് നമ്മളെ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകുന്നതാണ്. ഇതിൽ എന്താ ഈ സൈഡ് കാണുന്നത് സി ബ്ലോക്ക്, അതുപോലെ ഇപ്പുറം കാണുന്നത് ഡി ബ്ലോക്ക്. അതിൽ ഞാൻ ആയിഷൻ്റെ റൂം കാണിച്ചു തരാം. ആയിഷൻ്റെ റൂം കാണിച്ചു തരാം. ആയിഷ ആദ്യം നിന്ന റൂം ഇപ്പം എൻ്റെ റൂമിലാണ്. ബ്യൂട്ടിഫുൾ വ്യൂ ഫ്രം ദ ഫസ്റ്റ് ഫ്ലോർ ഓഫ് ദ ഹോസ്റ്റൽ. അതായത് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന മരം. ദിസ് ഈസ് ദ റൂം ഓഫ് ആയിഷ. ഒരു റൂം ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇവിടെ ആരും ഇല്ല. അപ്പോൾ ആയിഷ അസീസ് ഹോസ്റ്റൽ. അപ്പോൾ നിങ്ങൾ അറിയാണ്ട് പോയ ഒരു കാര്യം കൂടെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അടുത്ത ആയിഷൻ്റെ സ്റ്റോറിയും കൂടി ലാസ്റ്റ്. ഇത് നമ്മൾ ആയിഷ നിന്ന റൂമാണ് കേട്ടോ. നിന്ന ബെഡ്, അതുപോലെ തന്നെ കല മാത്രമില്ല. ഇത് മുകളിലെ സ്റ്റഡി ഏരിയ. ഇത് നമ്മളുടെ റാന നമ്മൾ എടുത്ത ഒരു എന്റർപ്രൈനറാണ്. അവളെ ഈ ബ്ലോക്കിലുണ്ട്, ഏതൊരു ഭാഗത്തുണ്ട്. ഞാൻ അങ്ങോട്ട് എടുക്കുന്നില്ല, ആ ഭാഗത്തുണ്ട്, അപ്പം അത് എടുക്കുന്നില്ല. അപ്പം ഇവിടുത്തെ അടുത്ത എന്റർപ്രൈനറിൻ്റെ ട്രൈപോഡ്. സ്റ്റഡി ഏരിയയിലെല്ലാം ബോർഡെല്ലാം ഇളകിയിട്ടുണ്ട് ഗൈസ്. പക്ഷെ ഇങ്ങനെ പിടിച്ച് കാണിച്ചുതരാം. ഇതാണ് സ്റ്റഡി ഏരിയ എന്നറിയപ്പെടുന്ന സ്ഥലം. ഇനി നമുക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാം. ഇത് ഡ്രസ്സെല്ലാം വെക്കുന്ന ഒരു സ്ഥലമാണ്. അത് ഡ്രസ് ആക്കുന്ന സ്ഥലം. ഇത് നമ്മളെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സെക്കൻഡ് ഫ്ലോർ ആണ്. ഈ ഫ്ലോർ കാണുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ, ഇവിടെ ആരും താമസമില്ല. പക്ഷെ നമ്മുടെ താത്ത ഈ ഫ്ലോറിലാണ് നിൽക്കുന്നത്. ഈ ഫ്ലോറിൽ ഏറ്റവും തെറ്റത്തുള്ള ആ ലൈറ്റ് ഇട്ടിട്ടുള്ള ഏരിയ ഉണ്ടോ, ആ ഏരിയ നമ്മളെ താത്ത നിൽക്കുന്നത്. താത്ത പറയുമ്പോൾ നമ്മളെ എത്തിങ്കാനായിട്ട് വർക്ക് ചെയ്യുന്ന താത്തയാണ്. ഒരു ആടെയാണ് നിൽക്കുന്നത്. ഏരിയ നല്ല ശരിക്കും തേർഡ് ഫ്ലോർ അടിപൊളിയാണ്, നല്ല രസമാണ്. പക്ഷെ ഇവിടെ എന്താ പറയുക, ആരും നിൽക്കാത്തത് കൊണ്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് ഗൈസ്. അപ്പം ഞാനും ആയിഷയും പറഞ്ഞ പോലെ നമ്മൾ ഏറ്റവും താഴിലും ഇനി ഓരോ കുട്ടികൾ ഫില്ലാവുന്നതിനനുസരിച്ചിട്ടാണ് മുകളിലേക്ക് ഒരു റൂമിൽ 5 ബെഡ് ഉണ്ടാവും. പക്ഷേ ചില എല്ലാ ബ്ലോക്കിലും 2 റൂം കുറച്ച് വലിയ റൂമായിരിക്കും. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഒരുപോലത്തെ റൂമായിരിക്കും. പിന്നെ ഇന്ന് മെസ്സിൽ മെസ്സിലല്ല, നമ്മളെ കിച്ചണിൽ കാണിച്ച തങ്കമണീഷ് മാത്രമേ ഇന്നുള്ളൂ. പക്ഷെ ഒരാളും കൂടി ഉണ്ട്, ഷീബേച്ചിനെയാണ് മെയിനായിട്ട് കാണിക്കണ്ടോ. ഷീബേച്ചി ഇന്നില്ല, എനിക്ക് തോന്നുന്നു ഷീബേച്ചി നാളെ ഞായറാഴ്ച ഉണ്ടാവും. ശനിയും ഞായറും ഏതെങ്കിലും ഒരാൾ മാത്രമേ ഇവിടെ നിന്നിട്ട് വർക്ക് ചെയ്യും. പക്ഷേ നല്ല വൃത്തിയുള്ള സ്ഥലമാണ്, പക്ഷെ ആരും ഇല്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. നല്ല എനിക്ക് ഈ ബ്ലോക്കിൽ ഏറ്റവും കുറച്ച് കാണാൻ രസം തോന്നുന്ന ബ്ലോക്ക് ഈ ബ്ലോക്കും ഇതാണ് ഏറ്റവും മുകളിലത്തെ ഭാഗമാണ്. ഇതിന്റെ മുകളിൽ ശരിക്കും ഒരു ഇതും കൂടി വരുന്നുണ്ട്, ഒരു കോണി കൂടി വരുന്നുണ്ട്. പക്ഷെ മുകളിലേക്ക് കയറാനുള്ള സൗകര്യം ഇല്ലാന്ന് തോന്നുന്നു. താത്തേൻ്റെ റൂം കാണിച്ചിടാം എന്തായാലും. താത്തേൻ്റെ റൂം ആ സൈഡാണ്. നേരം തന്നെ മറ്റേ എന്താന്നപ്പാ അതിന് പറയാ കോണി ടെറസിന്റെ മുകളിലേക്ക് പോകുന്ന കോണിയും കാണിച്ചു തരാം. ഗൈസ് ഇടുന്നതാ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നോക്കട്ടെ, പിടിക്ക് ആയിഷന് ക്യാമറ പിടിക്കൂ. നല്ല മാറാലല്ലോ. പിടിച്ചു നോക്കണേ, പിടിച്ചോ. നീ കയറിക്കോ, എനിക്ക് പിന്നെ പേടിയാണ്. നീ എടുക്കുവാ? ഞാൻ കയറാം. നമുക്ക് 22ന്റെ തിളക്കത്തിലാണെങ്കിലും അല്ല 22 സോറി ഫസ്റ്റ് ടൈമാണ് ഈ ഹോസ്റ്റലിന്റെ സത്യം ഹോസ്റ്റലിന്റെ മുകളിലേക്ക് വരുന്നത്. ഇത് ഫസ്റ്റ് ടൈമാണ്. പക്ഷെ അടിപൊളി ശരിക്കും നല്ല രസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പള്ളി, അതുപോലെ അപ്പുറത്താണ് കുട്ടികൾ നിൽക്കുന്ന സ്ഥലം, സ്റ്റേ ചെയ്യുന്ന. ഒരു മിനിറ്റ് ഒന്ന് എടുക്കട്ടെ. ഇത് നമ്മളെ കോളേജിൻ്റെ ഒരു സൈഡ് മാത്രമേ ഇത് കാണുന്നുള്ളൂ. ഇതിനെയും കാട്ടിയും കുറച്ചും കൂടി വലിയ സ്ഥലമുള്ളതാണ്. ഞാൻ ഇനി മുന്നിട്ട വ്ളോഗിൽ കാണിച്ചു തന്ന സ്ഥലം ആ പോണ്ട്, അതുപോലെ നമ്മളുടെ ഓഡിറ്റോറിയം, പിന്നെ ഇത് നമ്മുടെ സ്കൂൾ ഗ്രൗണ്ട്. ഞാൻ പറഞ്ഞേ ഇത് സ്കൂൾ
സ്കൂള്, അതുപോലെ ഇത് സ്കൂൾ ഓഡിറ്റോറിയത്. പിന്നെ അവിടെ എന്തോ പണി നടക്കുന്നുണ്ട്. ചൈനല്ല, ഇത് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ വേറൊരു രീതിയിലുള്ള മതിൽക്കെട്ടുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ എന്തോ പണിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് ഫുട്ബോൾ അക്കാഡമി, അതായത് ബോയ്സ് ഹോസ്റ്റൽ ഇടുന്നുണ്ട്. പക്ഷെ ആടിപ്പം കുട്ടികളില്ല, അവരെങ്ങോട്ടേക്കോ മാറി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഇങ്ങോട്ടും കുറച്ചും കൂടി മുകൾ ഭാഗത്തേക്ക് ഈ റോഡ് ഇങ്ങനെ കയറി ഈ കാണുന്ന റോഡ് കയറി മുകളിലേക്ക് പോയി ആടെ ഒരു അക്കാഡമി വരുന്നുണ്ട്. ഇതാ ഇതിൻ്റെ പുറത്തുള്ള നമ്മളെ കോളേജ് ഗേറ്റ് കണ്ടാൽ പറയില്ല ഉള്ളിൽ ഇത്രമാന സാമാനങ്ങൾ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ, സാമഗ്രികൾ. യെസ് എക്സാക്ട്ലി. ഇത് നമ്മളെ വാട്ടർ ടാങ്ക്, ഇടയ്ക്കിടയ്ക്ക് വെള്ളം പോകും. അതെ, വെള്ളം ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകുന്ന വാട്ടർ ടാങ്ക്. നമ്മൾ ഇങ്ങോട്ട് ഫസ്റ്റ് ടൈം ആട്ടാ വരുന്നത്. കാണുന്നതാണ് നേരത്തെ പറഞ്ഞ പള്ളി. തേയില കൃഷി എന്ന് പറയാൻ കഴിയില്ല, തേയിലയൊന്നുമില്ല, വേറെന്തോ തരം കൃഷി. എന്താ നേരത്തെ പറഞ്ഞ പള്ളി. ഇത് താഴത്തേക്കുള്ള റോഡ്. നമ്മളെ കോളേജിൻ്റെ ഗേറ്റ് ഇവിടെ നിന്നാലും കാണൂല ശരിക്കും പറഞ്ഞാൽ. ഈ ഒരു റോഡ് താഴേക്ക് ഇറങ്ങിയാൽ നമ്മളെ മെയിൻ കോളേജ് ഗേറ്റ് അല്ല, കോളേജിലേക്ക് കയറുന്ന ഗേറ്റ്. അതിൻ്റെ ഇങ്ങോട്ടും തായിൽ ടെറഫ് വരുന്നുണ്ട്. അതിൻ്റെ തായിലാണ് മെയിനായിട്ടുള്ള MO കോളേജിലേക്ക് എൻ്റർ ചെയ്യാനുള്ള മെയിൻ ഗേറ്റ് തായിലാണ് വരുന്നത്. ഒരുപാട് പ്രൊസീജിയർ വഴി കടന്നെത്തിയാൽ നമുക്ക് എവിടെ എത്താൻ പറ്റുമോ? ഹോസ്റ്റലിലേക്ക് എത്താൻ പറ്റും. ഇത് ഡോറേന്റെ പ്രയാണം പോലെയാണ്. ആദ്യം മണാശ്ശേരി കോളേജ് ഗേറ്റ്, മണാശ്ശേരി കോഴിക്കോട്, എന്റേത് പറയാൻ ആയിഷന്റെ പ്രയാണം എടുക്കുന്നാണെങ്കിൽ കോഴിക്കോട്, കോഴിക്കോട് ടു മുക്കം ടു മണാശ്ശേരി ടു MM കോളേജ്, MM കോളേജ് ടു കോളേജ് ലേഡീസ് ഹോസ്റ്റൽ. ഇനിയിപ്പം ഞാൻ വരുന്നതാന്ന് പറയുന്നെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി കിടക്കുന്നത്. ഇനിയിപ്പം ഞാൻ വരുന്ന പറയുന്നെങ്കിൽ ഞാൻ അങ്ങ് ചെക്കിക്കുളത്തുനിന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക്, അത് കഴിഞ്ഞ് കോഴിക്കോട് നിന്ന് മുക്കം മണാശ്ശേരി ബസ് കയറി മണാശ്ശേരി വന്നിറങ്ങി, മണാശ്ശേരിയിൽ നിന്ന് ഒരു 10 മിനിറ്റ് കോളേജിലേക്ക് നടന്ന് 10 മിനിറ്റ് കോളേജിലേക്ക്, അത് കഴിഞ്ഞിട്ട് ഹോസ്റ്റലിലേക്ക് ഒരു കുന്നുകൂടി കയറാനുണ്ട്. അതും കൂടി കയറിയിട്ടാണ് ഇവിടെ എത്തുന്നത്. അതും എന്തിനു വേണ്ടിയിട്ടെന്ന് ചോദിക്കണം. അത് അങ്ങനെ ചോദിക്കുന്നാണെങ്കിൽ പഠിക്കാനാണ് വരുന്നത്, പക്ഷേ അത് മാത്രം നടക്കുന്നില്ല. പഠിക്കാനാണ് വരുന്നെങ്കിലും പഠിപ്പ് മാത്രം ഇവിടെ നടക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല അല്ലേ ആയിഷ? എക്സാമിന്റെ ഒരാഴ്ച മുന്നേ വമ്പം പഠിപ്പായിരുന്നു. വമ്പം പഠിപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും എല്ലാ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ നേരത്തെ പഴംപൊരീൻ്റെ കാര്യം പറയുന്നതാണെങ്കിൽ അത് ഇവിടെ പക്ഷെ ആരും അറിഞ്ഞിട്ടില്ല ആ സംഭവം. നമ്മള് മിസ്സും ആത്മബന്ധമായതുകൊണ്ട് അതെ, അതാരും അറിയാണ്ട് അങ്ങ്. അതെന്താന്ന് വെച്ചാല് കാരണം ഒരു ദിവസം പഴംപൊരി എടുത്തപ്പോ ഞാൻ 2 എല്ലാവർക്കും 2 വീതെടുത്ത് അപ്പൊ നമ്മള് നൈസായിട്ട് മിസ് പൊക്കി. ഞാൻ 2 എടുത്ത്, ഞാനും 2 എടുത്ത്, ഷിഫി എടുത്തിട്ടില്ല. അപ്പൊ കുറച്ച് മുമ്പ് കാരണം ഇവിടെ ഒരു റൂൾ ഉണ്ട്. കാരണം എല്ലാവർക്കും ഓരോ കടി വെച്ചിട്ട്, അത് 4:30 വെച്ചാൽ 5:30 വരെ എല്ലാവർക്കും ഓരോന്ന് വെച്ചെടുക്കാം. പക്ഷെ അന്ന് ആ വിശപ്പിന്റെ ഇതുകൊണ്ട് ത്വര കൊണ്ട് നമ്മള് പഴംപൊരി അതിവിദഗ്ധമായി ഞങ്ങൾ മോഷ്ടിച്ചു. ആ മോഷ്ടിച്ചത് മിസ് CCTV വെച്ച് നമ്മളെ പൊക്കിയിട്ട് നമ്മൾ ഒന്നും അറിയാത്ത പഞ്ചപാവത്തിനെ പോലെ ഇതാരും അറിയണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ഒളിച്ചൊളിച്ച് കൊണ്ടുപോയ കേസാണ്. എന്റെ 2-3 ആക്കും അതുപോലെ ആയിഷന്റെ ഫാസിക്കോ അങ്ങനെ മാത്രമേ അറിയില്ല, വേറെ ആർക്കും അറിയില്ല. ഓളെ ഉമ്മക്കും ഇങ്ങനെ മാത്രം അറിയുന്നൊരു വിഷയം. ഇന്നിപ്പോൾ ആരും അറിയണ്ടെന്ന് വിചാരിച്ച് എല്ലാവരും അത്യാവശ്യം അറിഞ്ഞെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ കേസ് എന്നിട്ട് മിസ് വന്നിട്ട് ഇനി ആവർത്തിക്കണം നല്ല മനസ്സ് വിട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലൊരു ത്വരയാണ്, ഒന്ന് കാണുമ്പോൾ 2 എടുക്കാനുള്ള ത്വര ഇപ്പോഴും എൻ്റെ ആയിട്ടില്ല ഗൈസ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അറക്കൽ ആയിഷേന്റെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മൾ അറക്കൽ ആയിഷേനെ കുറിച്ച് പറയുമ്പം ആയിഷനെ കുറിച്ച് പറയുമ്പം ആയിഷേന്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെ കുറിച്ചും കൂടി പറയണം. ഞാനത് പറയണം എന്തായാലും. കാരണം ഞങ്ങൾക്കൊരു ബന്ധമുണ്ട് അങ്ങ് സൗദിയിൽ ഞങ്ങൾക്കൊരു പിടിയുണ്ട്. കാരണം മെയിൻ പിടി നമ്മളെ ആയിഷക്കാണ്. കാരണം ആയിഷ ഈസ് ബീൻ മാരീഡ് ഇൻ ഏതാ ഇയർ എല്ലായിടത്തും മൊത്തം പാട്ടാക്കിയാണ്. കാരണം ഫാസിന്റെ കാര്യം അറിയണം, നമ്മളെ കുറിച്ച് അറിയുമ്പോൾ എന്തായാലും ഫാസിനെ കുറിച്ച് അറിയണം. കാരണം ആയിഷന്റെ ബെറ്റർ ഹാഫ് അല്ലെങ്കിൽ ബിലൗഡ് വൺ ഈസ് ഇൻ സൗദി അറേബ്യ.
യെസ്. അപ്പം ഫാസി നാട്ടിൽ ഇപ്പൊ ഫാസി നാട്ടില് സൗദിയിലേക്ക് ഫാസി ഇപ്പൊ പോയത്. അതുകൊണ്ട് തന്നെ കുറച്ചല്ലേ ആയില്ലൂ പോയിട്ട്. അപ്പൊ ഇനി നാട്ടിൽ വന്നിട്ടാകുമ്പോ നമ്മള് വ്ളോഗില് ഫാസിനെയും കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പം ഫാസിനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് വ്ളോഗ് അവസാനിപ്പിക്കാം. പറഞ്ഞ താത്തയാണ് ഗൈസ്. ഇത് താത്ത നമ്മൾ ഇന്നത്തെ ഈ ഹോസ്റ്റൽ റൂമിലേക്ക് നമ്മൾ പോകുന്നതാണ്. നമ്മൾ ഈ ഹോസ്റ്റൽ 12:30 അല്ലേ ഹോസ്റ്റൽ ടൂറിന്റെ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഗൈസ്. അപ്പൊ നമുക്ക് അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം. ബൈ. ആയിഷ.